Good morning. Types of education: formal, informal and non-formal education. ഇതാണ് ടോപ്പിക്ക്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. പ്രൊവൈഡ്സ് സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും ഡീപ്പായിട്ടും അതിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിൽഡ് ഡിസിപ്ലിൻ, ടൈം മാനേജ്മെൻറ്റ്, പ്രൊവൈഡ്സ് ലൈഫ് സ്കിൽസ്. ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ ഡിസിപ്ലിന്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എൻകറേജസ് ലൈഫ് ലോങ് ലേണിംഗ്, കരിയർ ഗ്രോത്ത്, ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. ഒരാളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കരിയർ ഗ്രോത്ത്, അതുപോലെ അവരുടെ കൊഗ്നിറ്റീവ് ഗ്രോത്ത്, അങ്ങനെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനൊക്കെ എൻകറേജ് ചെയ്യും. ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ഇല്ലിറ്ററസി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഒബ്വിയസ്ലി എഡ്യൂക്കേഷൻ ഇല്ലിറ്ററസിയും അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റും കുറയ്ക്കും. സോ ഓവറോൾ നമുക്ക് എഡ്യൂക്കേഷൻ ആസ് എ പവർഫുൾ ടൂൾ ഫോർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത് എന്ന് പറയാം. ഇനി ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷനാണ്. 3 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് ആണുള്ളത്: ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി പ്രീ കൺസീവ്ഡ് ആൻഡ് പ്രീ പ്ലാൻഡ് ആയിരിക്കും. മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ഫോം ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും. അതുപോലെ പ്രൊവൈഡഡ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ പാറ്റേൺ. ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ ഇത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിക്സ്ഡ് ടൈം ടേബിൾ ആൻഡ് പ്ലേസ് ഓഫ് ടീച്ചിങ്. ഇതിനൊരു ഫിക്സ്ഡ് ടൈം, അതുപോലെ ഒരു ഫിക്സ്ഡ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ടൈം ടേബിളൊക്കെ ഉണ്ടായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഫിക്സ്ഡ് ലെങ്ത് ആൻഡ് സ്റ്റാർട്ട്സ് അറ്റ് എ പെർട്ടിക്കുലർ ഏജ്. ഫോർമൽ എഡ്യൂക്കേഷൻ അക്വയർ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ഏജ് ഉണ്ടായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു പെർട്ടിക്കുലർ ഏജിലായിരിക്കും. അതുപോലെ ഇതിനൊരു ഫിക്സ്ഡ് ഡ്യൂറേഷനും ഉണ്ട്. Aims of education, curriculum, methods of teaching and role of teachers are predetermined. ഇതിലുള്ള ടീച്ചേഴ്സിൻ്റെ റോള്, അതുപോലെ ടീച്ചിങ്ങിൻ്റെ മെത്തേഡ്സ്, കരിക്കുലം, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം പ്രീഡിറ്റർമൈൻഡ് ആണ്. ഗവേൺഡ് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ഇൻ സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്. നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ, കോളേജുകളിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷനൊക്കെ ഫോർമൽ എഡ്യൂക്കേഷനുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് സിസ്റ്റമാറ്റിക് ലേണിംഗ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. ഓരോ സബ്ജക്റ്റുകളിലുമുള്ള നോളജ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ടു ഇൻകൾക്കേറ്റ് മോറൽ വാല്യൂസ്, ഡിസിപ്ലിൻസ്, റെസ്പോൺസിബിലിറ്റീസ്, ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷന് ആവശ്യമായിട്ടുള്ള ഡിസിപ്ലിൻസ്, റെസ്പോൺസിബിലിറ്റി, ഹോണസ്റ്റി, അതുപോലെ മോറൽ വാല്യൂസ് ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യും, ഇതൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യും. അതുപോലെ ടു എൻകറേജ് ലോജിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇന്നോവേഷൻ. ഒരാളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂട്ടുക, അതുപോലെ ലോജിക്കൽ റീസണിങ് കൂട്ടുക, അതുപോലെ അവരുടെ സെൽഫായിട്ടുള്ള ഇന്നോവേഷൻസ് കൂട്ടാനൊക്കെ ഫോർമൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ടു പ്രിസർവ്, റിഫൈൻ ആൻഡ് ഡിസ്ക്രിമിനേറ്റ് അക്യുമുലേറ്റഡ് നോളജ് അക്രോസ് ജനറേഷൻ. അക്യുമുലേറ്റ് ആയിട്ട് കിട്ടിയ അക്യുമുലേറ്റഡ് നോളജസിന് അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള നോളജസിന് അക്രോസ് ജനറേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഫോർമൽ എഡ്യൂക്കേഷൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ടു ഡെവലപ്പ് മെനി എസെൻഷ്യൽ സോഷ്യൽ ക്വാളിറ്റീസ് ഇൻ ദ ലേണർ. ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു ഇൻഡിവിജ്വലിൽ ഒരുപാട് സോഷ്യൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ അറ്റ് എ ടൈം ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രന് ഒരുമിച്ച് ഇത് അക്വയർ ചെയ്യാൻ പറ്റും. ഫിക്സ്ഡ് ടൈം ലിമിറ്റ് ലീഡ്സ് ടു എഫക്റ്റീവ് പ്ലാനിങ്. ഇതിനൊരു ഫിക്സ്ഡ് ടൈം ലിമിറ്റ് ഉള്ളത് കാരണം ഇതൊരു എഫക്റ്റീവ് പ്ലാനിങ് മെത്തേഡാണ്. ഇറ്റ് ഈസ് ഈസിലി ഇംപ്ലിമെൻറ്റഡ്, ഹാസ് സം പ്രീ ഡിറ്റർമൈൻഡ് ഡെഫിനിറ്റ് എയിം. മുന്നേ പറഞ്ഞ പോലെ ഇതിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറച്ച് എയിംസുകൾ ഉണ്ടായിരിക്കും. ഇനി ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ബുക്സ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് ബുക്കിലോട്ട് മാത്രമായിട്ട് ലിമിറ്റ് ആവുന്നുണ്ട്. ലോട്ട് ഓഫ് സ്ട്രിക്റ്റ് റൂൾസ്, ഡിസിപ്ലിൻസ് മേക്സ് ദ എൻവിറോൺമെൻറ്റ് ഡെഡ് ആൻഡ് ലൈഫ്ലെസ്. ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും ഡിസിപ്ലിൻസും ഒക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു എൻവിറോൺമെൻറ്റ് ഡള്ളും ലൈഫ്ലെസ്സും ആക്കുന്നു. പിന്നെ ഡ്യൂ ടു ഓവർ റൂൾസ് ഇറ്റ് ഈസ് നോട്ട് ഈസിലി ആക്സസിബിൾ ടു എവരി വൺ. ഒരുപാട് റൂൾസ് ഉള്ളത് കാരണം എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഫിക്സ്ഡ് ടൈം ലിമിറ്റ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റും കൂടിയായി വരുന്നുണ്ട്. പ്രൊമോട്ട് ഓൺലി റൂട്ട് മെമ്മറൈസേഷൻ, മെക്കാനിക്കൽ സണ്ടറിങ് ആൻഡ് ഡസ് നോട്ട് ഇൻകൾക്കേറ്റ് തോട്ട്സ്. ഒരാളുടെ പേഴ്സണലായിട്ടുള്ളൊരു
തോട്ട്സിൽ നിന്നൊരു ഇൻഡിപെൻഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ടൊന്നും ഇന്നോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനൊന്നും സാധിക്കുന്നില്ല. ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റൂട്ട് മെമ്മറൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ടൈപ്പ് 2 ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ റിസീവ്ഡ് ഇൻ ഇൻഡയറക്റ്റ് മാനർ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു മാനറിലൂടെയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നമുക്ക് റിസീവ് ചെയ്യണത്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇൻസിഡൻ്റൽ ഓർ ആക്സിഡൻ്റൽ എഡ്യൂക്കേഷൻ. ഇൻസിഡൻ്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ ഇതിന് ടേംസ് ഉണ്ട്. അതുപോലെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നോൺ പർപ്പസീവ് ആണ്, അൺപ്ലാൻഡ് ആണ്, അൺറെക്കഗ്നൈസ്ഡും അൺസിസ്റ്റമാറ്റിക്കും ആണ്. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല, ഇത് റെക്കഗ്നൈസ്ഡും അല്ല, ഇത് അൺപ്ലാൻഡ് ആയിരിക്കും. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ഫിക്സ്ഡ് ഒരു ടൈമാണ്, ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണ്, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഹാപ്പൻസ് അറ്റ് ഓൾ ലെവൽ ആൻഡ് ഫേസസ് ഓഫ് ലൈഫ്. ഒരാളുടെ ലൈഫിലെ പല ഫേസുകളിലും പല ലെവൽസിലും അയാൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കും. നോ ആൻറ്റിസിപ്പേറ്റഡ് ഗോൾ, നോ ഫോർമൽ പ്ലാനിങ്, നോ റിജിഡ് ഓർഗനൈസേഷൻ ആൻഡ് നോ അൺസിസ്റ്റമാറ്റിക്. ഇതിനൊരു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളൊരു ഗോളോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോ ഒരു റിജിഡ് ഓർഗനൈസേഷനോ ഒന്നുമില്ല. എക്സാമ്പിൾ ഇൻ പിയർ ഗ്രൂപ്പ്സ്, പ്ലേമേറ്റ്സ്, മാസ് മീഡിയ. ഒരു കുട്ടി അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇൻഫോർമൽ എഡ്യൂക്കേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ഇൻ്ററാക്ഷൻ. ലേണിംഗ് എക്സ്പീരിയൻസിലൂടെയും അതുപോലെ ഇൻ്ററാക്ഷനിലൂടെയൊക്കെ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ടു ഡെവലപ്പ് സോഷ്യൽ ബിഹേവിയർ, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഒരാൾക്ക് വേണ്ട വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, സോഷ്യൽ ബിഹേവിയർ അതെല്ലാം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ടു എൻകറേജ് സെൽഫ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. പല സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ സെൽഫ് ലേണിംഗ് എല്ലാം കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു സപ്പോർട്ട് കണ്ടിന്യൂസ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ക്യാരക്ടർ ഫോർമേഷൻ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടർ ഫോർമേഷനും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രോത്തിനും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നെവർ പ്രൊഡ്യൂസസ് എനി ടൈപ്പ് ഓഫ് സ്ട്രെസ് ഓർ സ്ട്രെയിൻ. ഇത് ഒരിക്കലും ഒരു ലേണറിന് ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ ഇമ്പാർട്ട് ചെയ്യുന്നില്ല. ഇമ്പാർട്ടഡ് ഇൻ എ ഫ്രീ അറ്റ്മോസ്ഫിയർ വിത്തൗട്ട് എനി റിജിഡ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ. ഒരു ഫ്രീ അറ്റ്മോസ്ഫിയറിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഒരു റൂൾസോ ഇത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്നുകൂടി ലൈറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എഫക്റ്റീവ് ആൻഡ് മീനിങ് എഡ്യൂക്കേഷൻ ടേക്സ് പ്ലേസ് സിറ്റുവേഷണൽ ആൻഡ് റിമെമ്പേർഡ് ഫോർ ലോങ്. ഇത് ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി റിമെമ്പർ ചെയ്യുന്ന ഇതാണെന്നാണ് പറയുന്നത്. ഇനി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് ആർ നോട്ട് ഫോർമലി അസസ്ഡ്, ഹെൻസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ പ്രോഗ്രസ്. ഇതൊരിക്കലും ഇങ്ങനെ റിജിഡായിട്ട് അസസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നോ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ലേണറിൻ്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പോസിബിലിറ്റി ഓഫ് മിസ്ഇൻഫർമേഷൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ പഠിക്കാനോ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഡിസിപ്ലിൻ, ഇൻഫ്ലുവൻസ് ഓഫ് എൻവിറോൺമെൻറ്റ് അഫക്റ്റ് ലേണിംഗ്. ഇതിൻ്റെ എൻവിറോൺമെൻറ്റ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വാളിഫൈഡ് ടീച്ചേഴ്സിൻ്റെ ലാക്ക്, അതുപോലെ മോട്ടിവേഷൻ, ഡിസിപ്ലിൻസ്, ഇതിൻ്റെ ഒക്കെ ഒരു ലാക്സ് എല്ലാം ഇതിൻ്റെ ഡീമെറിറ്റ്സുകളാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. An organized and systematic educational activity carried on outside the established formal system. ഇതൊരു ഓർഗനൈസ്ഡും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിയാണ്. പക്ഷേ നമ്മൾ ഫോർമൽ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ ആയിരിക്കില്ല. ഇതൊരു ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഒരു മിഡിലിൽ വരുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷനാണ്. നോ പാരാമീറ്റേഴ്സ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. ടൈമോ അല്ലെങ്കിൽ സ്പേസോ ഒന്നും ഫിക്സ്ഡ് അല്ല. നോട്ട് അൺപ്ലാൻഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. ഇതെപ്പോഴും പ്ലാൻഡും ആണ് സ്ട്രക്ചേർഡും ആണ്. എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു സ്കൂളുകളിലോ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും ആയിരിക്കില്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, ഓറിയൻറ്റഡ് ടുവാർഡ്സ് ദ ലേണർ ആസ് വെൽ ആസ് ഹിസ് എൻവിറോൺമെൻറ്റ് ആൻഡ് ലൈഫ്. നോൺ അതോറിറ്റേറിയൻ, ബിൽറ്റ് ഓൺ ലേണേഴ്സ് പാർട്ടിസിപ്പേഷൻ. ഒരാൾ ആരാണോ അക്വയർ ചെയ്യണത് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ലെവൽ വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം എല്ലാം നോൺ ഫോർമൽ എഡ്യൂക്കേഷനാണ്.
ഇനി ടൈപ്സ് ഓഫ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അഡൾട്ട് ഫങ്ഷണൽ ലിറ്ററസി പ്രോഗ്രാംസ്, കറസ്പോണ്ടൻസ് കോഴ്സസ്, ഓപ്പൺ സ്കൂൾ സ്റ്റഡീസ്, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ പ്രോഗ്രാംസ് ഫോർ ഡ്രോപ്പ് ഔട്ട് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. ഇങ്ങനെ ഒരുപാട് നോൺ ഫോമൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രാംസുകളുണ്ട് ഇപ്പോൾ. ഇതെല്ലാം നോൺ ഫോമൽ എഡ്യൂക്കേഷന് എക്സാമ്പിൾസും ആണ്. ഇനി നോൺ ഫോമൽ എഡ്യൂക്കേഷൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എറാഡിക്കേഷൻ ഓഫ് അഡൾട്ട് ഇല്ലിറ്ററസി, അഡൾട്ടുകളുടെ ഇല്ലിറ്ററസി കുറയ്ക്കാനും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ തന്നെ പറ്റും എന്നാണ് പറയണത്. മീറ്റിംഗ് ഒമിഷൻസ് ഓഫ് ഫോമൽ എഡ്യൂക്കേഷൻ, ഫോമൽ എഡ്യൂക്കേഷൻ കൊണ്ട് അക്വയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫോമൽ എഡ്യൂക്കേഷൻ വിട്ടുപോയ ചില കാര്യങ്ങളൊക്കെ ഇതിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇനാബിളിംഗ് ദ പീപ്പിൾസ് ടു ലേൺ ആൻഡ് ഏൺ, നമുക്ക് ഏൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലേൺ ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. പ്രൊവൈഡിങ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ടു സോഷ്യലി ആൻഡ് എക്കണോമിക്കലി നെഗ്ലക്റ്റഡ് സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയിൽ നിന്ന് നെഗ്ലക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു സൊസൈറ്റിക്ക് നെഗ്ലക്റ്റ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു പീപ്പിൾസിന് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കൂട്ടാനും അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. enabling individuals to study who had to discontinue formal education due to circumstances. ചില എന്തെങ്കിലും കാരണങ്ങളാൽ ഫോമൽ എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരുന്നവർക്കോ അല്ലെങ്കിൽ അത് ഫോമൽ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു മെത്തേഡാണ്. ഡീമെറിറ്റ്സ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എൻ ഇൻഡെക്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് നോളജ്, റെക്കഗ്നൈസ്ഡ് നോളജിൻ്റെ അത്രയ്ക്കൊരു ഇതിനില്ല. വിൽ ഇമ്പാർട്ട് ഓൺലി വേഗ് നോളജ്, അക്വിസിഷൻ ഓഫ് ഇൻ ഡെപ്ത് നോളജ് ഇസ് നോട്ട് പോസിബിൾ. ഒരു സബ്ജക്റ്റിനെയും ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല, അതുപോലെ ഒരു വേഗ് നോളജ് മാത്രമേ ഇമ്പാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് ക്വാളിറ്റി ഇഷ്യൂസ്, ഇതിൻ്റെ ക്വാളിറ്റിക്കും അതുപോലെ ഇതിൻ്റെ സ്കോപ്പുകൾക്കും എല്ലാം ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അതുപോലെ അൺട്രെയിൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് ഇറഗുലർ അറ്റൻഡൻസസ്, കൂടുതലും എക്സ്പീരിയൻസ്ഡ് ഉള്ളതോ അല്ലെങ്കിൽ ട്രെയിൻ ആയിട്ടുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സോ ഉണ്ടായിരിക്കില്ല. ഇൻഅഡീക്വറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലിമിറ്റഡ് പ്രോഗ്രഷൻ, ഇതിൻ്റെ പ്രോഗ്രസ്സുകൾ കുറവായിരിക്കും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ അത്ര എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ഈ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ് ഇസ് ദ റിമൂവൽ ഓഫ് ഇല്ലിറ്ററസി. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇല്ലിറ്ററസി റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ ഓഫ് ന്യൂ നോളജ് ടു റിസോൾവ് എക്കണോമിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്, ടു പ്രൊവൈഡ് ഫോർ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ, ഒരാൾക്ക് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എക്കണോമിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസിൻ്റെ എല്ലാം ഒരു അപ്ലിക്കേഷൻ ഓഫ് ന്യൂ നോളജ് ടു റിസോൾവ്, ഈ എക്കണോമിക് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ എല്ലാം മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓഫർ ബ്രിഡ്ജ് ഫോർ ഇനേബിളിംഗ് ലേണേഴ്സ് ടു ടേക്ക് അപ്പ് സെക്കൻഡറി ലെവൽ കോഴ്സസ്, പഠിത്തം കംപ്ലീറ്റ് ആവാത്തവർക്ക് ഇതൊരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോമൽ ആൻഡ് ഇൻഫോർമൽ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇതിൽ പറയണത് ഫോമൽ എഡ്യൂക്കേഷൻ്റെയും ഇൻഫോർമൽ എഡ്യൂക്കേഷൻസിൻ്റെയും ഡിഫറൻസസ് ആണ്. ലോട്ട് ഓഫ് ഫോർമാലിറ്റീസ് വരുന്നുണ്ട് ഫോമൽ എഡ്യൂക്കേഷനിൽ. അതുപോലെ ഇറ്റ് ഇസ് പ്ലാൻഡ്, പർപ്പസീവ്, ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഹാവ് പ്രീഡിറ്റർമൈൻഡ് ഡെഫിനിറ്റ് എയിം, പിന്നെ ഡെഫിനിറ്റ് സിലബസ് ടു കവർ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്, ഓർഗനൈസ്ഡ് ബൈ സം ഏജൻസി ആണ്, ഇമ്പാർട്ടഡ് ത്രൂ ഫേമസ് ഫോമൽ മാനറിലായിരിക്കും, സ്റ്റാർട്ട് ആൻഡ് എൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ഏജ്. പക്ഷേ ഇൻഫോർമൽ എഡ്യൂക്കേഷനിലാണെങ്കിൽ ഒരു ഫോർമാലിറ്റീസും ഇല്ല, അൺപ്ലാൻഡ് ആണ്, നോൺ പർപ്പസീവ് ആണ്, അൺഓർഗനൈസ്ഡ്, അൺസിസ്റ്റമാറ്റിക് ഒക്കെയാണ്. നോ പ്രീഡിറ്റർമൈൻഡ് ഡെഫിനിറ്റ് എയിം, നോ സച്ച് ഡെഫിനിറ്റ് സിലബസ് ടു കവർ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. അതുപോലെ അൺഓർഗനൈസ്ഡ് ആണ്, നോട്ട് ഇമ്പാർട്ടഡ് ത്രൂ എനി ഫോമൽ ലെസൺസ്. അതുപോലെ ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഇനി നോൺ ഫോമലിൻ്റെയും ഇൻഫോമലിൻ്റെയും ഡിഫറൻസ് പറയുകയാണെങ്കിൽ, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്ലാൻഡും ഓർഗനൈസ്ഡും ആയിരിക്കും, പക്ഷേ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇൻഫോമൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺഓർഗനൈസ്ഡും അൺസ്ട്രക്ചേർഡും സ്പോണ്ടേനിയസും ആയിരിക്കും. പിന്നെ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ തന്നെ സ്പെസിഫിക് സിലബസോ അല്ലെങ്കിൽ ഗോളോ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻഫോമൽ അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇനി നോൺ ഫോമലിൽ തന്നെ കണ്ടക്റ്റഡ് ഓൺ ഔട്ട്സൈഡ് ദ റെഗുലർ സ്കൂൾസ്, നമ്മുടെ റെഗുലർ സ്കൂളുകൾക്ക് അപ്പുറം അല്ലെങ്കിൽ അതിന് പുറത്താണ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ നടക്കുന്നത്. Informal education can be conducted at anywhere at any place. ട്രെയിൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഓർ ഫെസിലിറ്റേഴ്സ് ഉണ്ടായിരിക്കും നോൺ ഫോമൽ എഡ്യൂക്കേഷനിൽ. ഇൻഫോമൽ എഡ്യൂക്കേഷനിൽ ടീച്ചറോ അല്ലെങ്കിൽ ഗൈഡോ ഒന്നും ഉണ്ടായിരിക്കില്ല.
നോൺ ഫോമൽ എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് സർട്ടിഫിക്കേഷൻ ഓർ റെക്കഗ്നിഷൻ. ഇവിടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഫോർമൽ പ്രൂഫ് ലേണിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. എയിംഡ് അറ്റ് എ സ്പെസിഫിക് ഗ്രൂപ്പാണ് ഫോമൽ എഡ്യൂക്കേഷൻ. പക്ഷേ ഇൻഫോർമലിൽ നോ സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നോൺ ഫോമൽ എഡ്യൂക്കേഷന് അഡൾട്ട് ലിറ്ററസി പ്രോഗ്രാം, ഈവനിങ് ക്ലാസ്സസ്, വൊക്കേഷണൽ ട്രെയിനിങ്, ഇതെല്ലാം നോൺ ഫോമൽ എഡ്യൂക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇൻഫോമൽ എഡ്യൂക്കേഷൻ്റെ എക്സാമ്പിൾസ് ലേണിംഗ്, കുക്കിംഗ് ഫ്രം പാരൻസ്, വാച്ചിങ് എഡ്യൂക്കേഷണൽ വീഡിയോസ്, ഡെയിലി കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻഫോമൽ എഡ്യൂക്കേഷനിൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻക്ലൂസീവ്നെസ് ഇൻ എഡ്യൂക്കേഷൻ, സ്കിൽ ആൻഡ് വാല്യൂ ഡെവലപ്മെൻറ്റ്, ഇൻ്റഗ്രേഷൻ ഓഫ് ലേണിംഗ് എൻവിറോൺമെൻറ്റ്, അതുപോലെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, കമ്മ്യൂണിറ്റി ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്, ഫ്ലെക്സിബിൾ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ പാരൻ്റൽ ആൻഡ് സോഷ്യൽ റോള്. ഇനി MCQ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അഥവാ ODL എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ആൻസർ C ആണ്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇനി informal education, learning is structured and planned, conscious and intentional result of life experiences dependent on institutions. അതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ? ലേണിംഗ് ഇൻ സ്കൂൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സസ്, ലേണിംഗ് ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ഫാമിലി, അറ്റൻഡിങ് എ ലിറ്ററസി മിഷൻ സെൻറ്റർ. അതിൻ്റെ ആൻസർ ലേണിംഗ് ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ഫാമിലി. ഇനി ഫോർമൽ എഡ്യൂക്കേഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ ഫാമിലി, പിയർ ഗ്രൂപ്പ്സ്, മാസ് മീഡിയ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൻ്റെ ആൻസർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. Which philosophical basis is most aligned with the informal education? Idealism, pragmatism, scholasticism, perennialism. The answer pragmatism ആണ്. Which commission emphasized lifelong learning connecting all forms of education? Kothari Commission, Mudaliar Commission, Radhakrishnan Commission, Hunter Commission. Example answer Kothari Commission. In non-formal education, curriculum is centralized, learner-centric and flexible, based on national goals only, rigid and predetermined ആണ്. ഇതിൽ ആൻസർ learner-centric and flexible ആണ്. Informal education differs from non-formal education because it is unstructured, it grants certificates, it is school-based, it requires evaluation. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. Education from mass media like TV and newspaper is formal education, substitute education, non-formal education, informal education. The answer option D, informal education ആണ്. ഇനി assertion informal education occurs throughout life. Reason it is a byproduct of daily life experience എന്നാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. Both assertion and reason is true and assertion is the explanation of the reason. Non-formal education is not suitable for employed learners. It has rigid schedules. The answer option D ആണ്. Assertion is false but reason is true എന്നാണ്. ഇനി ഇത്രയേ ഉള്ളൂ. താങ്ക് യു.